എത്ര കാലം നീ ഇങ്ങനെ അവളുടെ തേപ്പ് സഹിക്കോടാ? അരുൺ, ഞാൻ പറഞ്ഞില്ലേ, അപൂർവ കൂടെ ഉള്ളിടത്തോളം നിന്റെ പ്രപ്പോസലിൽ അവള് വീഴില്ല. വിട്ട് കളയുന്നതാ മോനെ നല്ലത്. എന്താ ബ്രോ, എന്താ അവള് സ്റ്റാൻഡ്? എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു. ഇനി അവള് തീരുമാനിക്കട്ടെ. അതിന് തീരുമാനം അവളുടെ അല്ലല്ലോ മച്ചു. ആ പിശാശ് ഓക്കെ പറയാത്തോടത്തോളം കാലം നീ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കേണ്ടി വരും. എന്ന് വെച്ച കട്ട വെയിറ്റിംഗ്. ഫീലിംഗ് പുച്ചോട മച്ചു, വെറും പുച്ഛം. എന്തായി, സെറ്റായോ? പിന്നെ സെറ്റാക്കി, കല്യാണ ഡേറ്റ് നിശ്ചയിച്ചു. എന്താ കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? നിങ്ങൾ രണ്ടുപേരും പൊളിയാ, സൂപ്പർ. നിങ്ങൾ ശരിക്കും കല്യാണം കഴിക്കോ? ഏയ്, കുറച്ചു നാള് ലിവിങ് ടുഗെദർ ആയിരിക്കും. എന്നിട്ട് ഒരു കുഞ്ഞായതിനു ശേഷം കല്യാണം കഴിക്കാനാ തീരുമാനം. അപ്പൊ ആ കൊച്ചിനെ കൊണ്ട് സദ്യക്ക് ഉപ്പ് വിളമ്പിക്കാലോ. എന്താ? അടിപൊളി. നല്ല കലക്കം മറുപടി. നിന്റെ ചങ്കിനത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നല്ലോ. അത് ഞാൻ ശരിയാക്കിക്കോളാം. തൽക്കാലം മക്കള് ബാക്കിയുള്ളവരുടെ സീൻ പിടിക്കാൻ നിൽക്കാതെ പോയി സ്വന്തമായിട്ട് വല്ല സീനും ഉണ്ടാക്കാൻ നോക്ക്. ചെല്ലേ. എന്തു പറ്റി നിനക്ക്? എനിക്കെന്ത് പറ്റാൻ? പറ്റിയതും പറ്റാൻ പോകുന്നതും ഒക്കെ നിനക്കല്ലേ. മിസ്റ്റർ അരുൺ ഭാസ്കറാണോ നിന്റെ പ്രശ്നം? Who the hell is he? എന്റെ പ്രശ്നം നീയാണ്. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? കണ്ട വായി നോക്കിയുള്ളായിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെ കൊഞ്ചിക്കൊഴയാൻ നാണോ ഇല്ല നിനക്ക്? കൊഞ്ചിക്കൊഴിഞ്ഞോ? ഞാനോ? ദേ അപ്പൂസേ, വെറുതെ ഇല്ലാത്തൊന്നും പറയല്ലേ. അപ്പൊ ഞാൻ കണ്ടതോ? നീ എന്ത് കണ്ടുന്നാ? അയാൾക്ക് എന്നോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാനത് കേൾക്കാൻ തയ്യാറായി. അതിന് നീ എന്തിനാ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നേ? ഒന്നുമില്ലേലും അരുൺ നമ്മുടെ സീനിയർ അല്ലേ. അവനെന്താ നിന്നോട് പറഞ്ഞത്? അല്ല, അരുണിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? അതല്ലല്ലോ ഞാൻ ചോദിച്ചത്. പറയാം. കേട്ടിട്ട് നീ അവനോട് ചാടിക്കേറി റിയാക്ട് ചെയ്യാനൊന്നും പോരുത്. ഏറ്റോ? നീ കാര്യം പറയുന്നുണ്ടോ? അവന് എന്നോടൊരിഷ്ടം. ഇഷ്ടം പറയുമ്പോ ഞാൻ ഓക്കെ പറഞ്ഞ സീരിയസ് ആയിട്ട് തന്നെ പ്രൊസീഡ് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാൻ? അങ്ങനെ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇത്. ഇനി പറ, ഈ അരുൺ ഭാസ്കറിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? ഒന്ന് പറയടോ, ജാടയിടാതെ. നിനക്കവന് ഇഷ്ടമാണോ? അങ്ങനെ ചോദിച്ചാ ഒരു 50, അല്ല ഒരു 60% പയ്യൻ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ബാക്കി 40% നിന്റെ അടുത്താ. നീ കൂടി ഓക്കെ പറഞ്ഞാലേ ഞാൻ അവന് ഗ്രീൻ സിഗ്നൽ കൊടുക്കൂ. ഞാൻ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ എങ്കിൽ നമ്മൾ ഈ 40% അങ്ങ് ഫിക്സ് ചെയ്യും. അവനോട് പോയി പണി നോക്കാൻ പറയും. അപ്പൊ അതാ നല്ലത്. അവൻ പോയി അവന്റെ പണി നോക്കട്ടെ. നിന്നെ ഇപ്പോ അങ്ങനെ ഒരുത്തനും കണ്ണു വെക്കണ്ട. ഞാൻ സമ്മതിക്കില്ല. അല്ലെങ്കിലും അവനൊരു ഫ്രോഡാ. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ? അതെ, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. ശരി. എന്താ രണ്ടുപേരും കൂടി ഒരു സ്വകാര്യം? ഏയ് ഒന്നുമില്ല. മനസ്സിലായി. അരുണ്ട കാര്യാവൂ അല്ലേ? ഞാൻ കണ്ടു. കോൾ അടിച്ചല്ലോ മോളെ. മുറുക്കി പിടിച്ചോണേ, ഇല്ലെങ്കിൽ ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോവും. ആരും കൊത്താതെ ഞാൻ നോക്കിക്കോളാം. ഇയാള് തൽക്കാലം ചെല്ലും. പിന്നെ ഒരു ന്യൂസ് അറിഞ്ഞു. നമ്മുടെ ക്യാമ്പസിൽ ചില ലെസ്ബിയൻ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പ്രിൻസിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. HOD-മാരോട് സ്ട്രിക്റ്റ് ഒബ്സർവേഷന് ഉത്തരവിട്ടിരിക്കുക മാഡം. ഒന്ന് സൂക്ഷിച്ചാ എല്ലാവർക്കും നല്ലത്.
എന്താ അപ്പു നീ ഇങ്ങനെ? അവള് പറഞ്ഞത് കേട്ടില്ലേ? നമ്മൾ സൂക്ഷിച്ചോളെ. എന്താ അതിനർത്ഥം? മുഖടച്ചൊന്ന് പൊട്ടിക്കായിരുന്നു വേണ്ടത്. ശവം. അതിന് സുമിയെ മാത്രം കുറ്റം പറയണ്ട അപ്പു. നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു കഥ പരക്കുന്നുണ്ട് ഈ ക്യാമ്പസിൽ. സത്യ അപ്പു, നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പിനെ, ഈ സ്നേഹത്തെ ഇവിടെ എല്ലാരും വേറെ രീതിയിലാണ് കാണുന്നത്. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് അപ്പു. ആരാ ഇത് പറഞ്ഞതാ? പറയാൻ. ഇവളാണോ? ഒരാളല്ല അപ്പു, ഒരുപാട് പേരങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. സുമി അവരിൽ ഒരാൾ മാത്രം. നമ്മള് മാത്രം ഇതൊന്നും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇന്ന് സംസാരിച്ചപ്പോ അരുണും ഇക്കാര്യം സൂചിപ്പിച്ചു. ഇപ്പൊ ഇങ്ങനെയും കൂടി കേട്ടപ്പോ ചത്താ മതി എനിക്ക്. അങ്ങനെ ഇപ്പൊ ആരും ചാവണ്ട. അപ്പു നീ എങ്ങോട്ടാ? അപ്പു! ആ പിശാചിന്റെ കയ്യിന്ന് ഒരു വിധം ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ മതിയല്ലോ. മോനെ പാക്കരോ, നിനക്ക് വേണ്ടിയുള്ള ഹംസം പരിപാടി ഇന്നത്തോടെ ഞാൻ നിർത്തുവാ. ഇനി ഇവളല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി മെസ്സഞ്ചർ പണിയെടുത്താലും അവള് വീടില്ല മോനെ. അത് ശരിയാ ബ്രോ, നീ അവളെ വിട്ടുകളാ. അവര് വേറെ സെറ്റപ്പാ. വിഷമിക്കാതെ ബ്രോ, എല്ലാം ശരിയാവുന്നേ. എവിടെ ശരിയാവാൻ? അവളെ ആ പെൺകൊച്ചിനെ ഉടുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെയാ പിടിച്ചിരിക്കുന്നെ. ഇനി നിന്റെ മാളവിക വിചാരിച്ചാൽ പോലും അവളുടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അതാ അതിന്റെ സെറ്റപ്പ്. ഇതൊക്കെ ഇവനോട് എത്ര വർഷം പറഞ്ഞതാ? പറഞ്ഞ മനസ്സിലാവണ്ടേ? ആർക്കടാ? ഞാനോ അവള് ലെസ്ബിയൻസ് ആണോ എന്ന് സംശയം? പറയടാ. എടോ, അത് പിന്നെ ഞങ്ങൾ ആരും അങ്ങനെ. നിന്റെയൊക്കെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നടക്കാതെ വന്നപ്പോ വെറുതെ ഇല്ലാതെ പറഞ്ഞുണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ. നീ വെറുതെ ഷോ കാണിക്കില്ലേ അപൂർവേ? കണ്ണടച്ച് പാലുടിച്ച അതാരും അറിയില്ലെന്ന് വിചാരിക്കരുത്. ആയിക്കോ മോളെ, നീ കൊണ്ടു നടന്നോ അവളെ? കൊണ്ട് നടക്കുകയോ കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും അയക്കും. ഇപ്പൊ നാട്ടിലൊന്നും വലിയ സംഭവം അല്ലല്ലോ, അല്ലേ അളിയാ? വാട്ട് യു തിങ്ക് ഓഫ് യുവർ സെൽഫ്? നീ ഇവിടുത്തെ ചാൻസി റാണിയാണോ അതോ ഫൂലൻ ദേവിയോ? ഇതിനു മുമ്പും തന്നെ കുറിച്ച് പല കംപ്ലൈന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്തത് തന്റെ ഫാദറിനെ ഓർത്തിട്ടാ. പക്ഷേ ഇനി ഇതിങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. ഈ കോളേജിനൊരു അന്തസ്സും പാരമ്പര്യമുണ്ട്. ഞാൻ ഈ ചെയറിലിരിക്കുന്നിടത്തോളം കാലം അതിന്റെ ഗുഡ്വില്ലിന് കളങ്കം ചാർത്താൻ ആരെ അനുവദിക്കില്ല. അതിന് ഏത് കൊമ്പത്തെ കുഞ്ഞാണെങ്കിലും ശരി. മാഡം, ഞാൻ ആ കുട്ടികളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. കേസിനൊന്നും അവർക്ക് താല്പര്യമില്ല. പിന്നെ മുറിവ് അത്ര സീരിയസ് ഒന്നുമല്ല. താങ്ക് ഗോഡ്. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഡോണ്ട് യു ഫീൽ അഷേം? പെൺകുട്ടിയാണെന്നൊരു വിചാരമുണ്ടോ നിനക്ക്? ഛേ. പിന്നെ ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചാവും തന്നെ ഇനി തിരിച്ചിങ്ങോട്ട് കെട്ടിയെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. സത്യം പറയാലോ, PTA മീറ്റിംഗിൽ സസ്പെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യൂ. എന്നാലേ നീയൊക്കെ പഠിക്കൂ. താനെന്താ കണ്ണുരുട്ടി പേടിപ്പിക്ക? നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? വെറുതെ ഒരു ഭംഗിവാക്കി ചോദിച്ചെന്നേ ഉള്ളൂ. ഉണ്ടായാലും വലിയ ഗുണമൊന്നുമില്ല. വല്ല കൂസലുണ്ടോ നോക്കി. ഗെറ്റ് ലോസ്റ്റ്.